വാട്ട് എ കം ബാക്ക് മാൻ, വാട്ട് എ കം ബാക്ക്. കെവിൻ യോക്കിൻ്റെ 2 അസിസ്റ്റുകൾ, ഫ്രാഞ്ചുവിൻ്റെ 1 അസിസ്റ്റ്, ഫ്രാഞ്ചുവിൻ്റെ ഒരു ഗോള്, വിക്ടർ ബർത്തോമേൻ്റെ ഒരു ഗോള്, ശ്രീകുട്ടൻ്റെ ഒരു ഗോള്. ഒന്നും പറയാനില്ല. നല്ല കിടിലൻ മത്സരത്തിന് ആദ്യത്തെ ഒരു 40 മിനിറ്റായിട്ടും ഗോളുകളൊന്നും വരാതിരുന്നു. പക്ഷേ ആദ്യത്തെ 20 മിനിറ്റ് വളരെ നന്നായി കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചെങ്കിൽ പോലും ഒരു ഗോള് പോലും വന്നില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഓൾമോസ്റ്റ് 40-ആം മിനിറ്റിൽ മുഹമ്മദ് അൻസിൻ്റെ ഒരു കിഡിലൻ, എന്താണ് അവൻ്റെ പേര്, മഹിതോഷിൻ്റെ ഒരു കിഡിലൻ ലോങ് റേഞ്ചറിൽ ഒരു ഗോൾ അവന്മാർ നേടുന്നത് മുഹമ്മദ് അൻസ്. നമ്മളൊന്ന് പതറിപ്പോയി എന്ന് കരുതിയ ആ നിമിഷം കറക്റ്റ് 44-ആം മിനിറ്റിൽ കെവിൻ യോക്കിൻ്റെ ഒരു കിഡിലൻ അസിസ്റ്റൻറ്റിൽ ഫ്രാഞ്ചിൻ്റെ ഗോള്. 3 പേരുടെ ഇടയിൽ നിന്നാണ് ആ ബോള് കറക്റ്റായിട്ട് ഫ്രാഞ്ചുവിന് ആ ബോൾ എത്തിച്ചു കൊടുക്കുന്നത്. നല്ല കിഡിലൻ പ്ലേസിങ്ങും ഫ്രാഞ്ചുവിൻ്റെ. ശരിക്കും കഴിഞ്ഞ ഒരുപാട് മത്സരങ്ങളിൽ കെവിൻ യോക്കിന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് പുള്ളി ഒരു ഒറ്റ കൊമ്പൻ കളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ടായിരുന്നു. ഈ കളിയിൽ ഒരുപാട് എനിക്കിഷ്ടമായി. നല്ല മത്സരം, നന്നായിട്ട് ബോൾ റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ കളിച്ചു, നല്ല ക്രോസുകൾ കൊടുത്തു. രണ്ടാമത്തെ വിക്ടർ ബർത്തോമിയോൻ്റെ ഗോൾ വന്നതും കെവിൻ യോക്കിൻ്റെ അസിസ്റ്റിലൂടെയാണ്. 2 അസിസ്റ്റുകൾ നേടി, ഒരു ഗോൾ നേടാൻ പറ്റിയില്ലെങ്കിൽ പോലും. ഗോൾ നേടിയ ഫ്രാഞ്ചുവിൻ്റെ അസിസ്റ്റിലൂടെ ശ്രീകുട്ടൻ്റെ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ നിഹാൽ സുധീഷിന് പകരക്കാരനായിട്ട് വന്നതാണ് ശ്രീകുട്ടൻ. 1-2 അവസരങ്ങൾ മിസ്സാക്കി എങ്കിൽ പോലും ഫ്രാഞ്ചുവിന് നല്ലൊരു കിടലിന് അസിസ്റ്റിൽ ശ്രീകുട്ടനും ഗോൾ നേടി. നല്ലൊരു കംബാക്ക്. എന്തൊക്കെ പറഞ്ഞാലും ആദ്യത്തെ 7 മത്സരങ്ങൾ തോറ്റതുകൊണ്ട് നമുക്ക് ഇത്തവണത്തെ ഈ ഫേസിൽ, ഈ സീസണിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രം. ഒരു റെഡ് കാർഡും നമ്മൾ ഈ മാച്ചിൽ കണ്ടു. 89-ആം മിനിറ്റിൽ അമർജിത് സിംഗിൻ്റെ ഒരു റെഡ് കാർഡ് വിപിൻ മോഹന് പകരം വന്ന എബിൻ ദാസിനെ ഫൗൾ ചെയ്തതിന്, ആദ്യത്തെ ഫസ്റ്റ് യെല്ലോ കാർഡ് കിട്ടിയതും എബിൻ ദാസിനെ ഫൗൾ ചെയ്തതിനാണ്. സെക്കൻഡ് യെല്ലോ കാർഡും എബിൻ ദാസിനെ ഫൗൾ ചെയ്തിട്ട് ഒരു റെഡ് കാർഡായി മാറി. അതും നമ്മൾ ഈ മത്സരത്തിൽ കണ്ടു. പിന്നെ ഫ്രാഞ്ചുവിന് പകരം അജ്സൽ വന്നു. പിന്നെ ഇന്നത്തെ കളിയിൽ എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നുന്നത് ഫ്രെഡി ഒരു രക്ഷയില്ല. നല്ല കിഡിലൻ പ്ലെയർ, എല്ലായിടത്തും ഉണ്ടായിരുന്നു പുള്ളി. അതുപോലെ തന്നെ വിപിൻ മോഹനൻ നന്നായിട്ട് കളിച്ചു. ഇന്ന് ഒരു വിധപ്പെട്ട സഹീഫ് എടുത്തു പറയാം. ഇന്ന് ഒരു നല്ലൊരു ടീം പ്ലേ തന്നെയായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്കറിയാം ആസ് യൂഷ്വൽ ആഷ്ലി വെസ്റ്റ്വുഡ്, ഒന്നും പറയാനില്ല. എവിടെയോ കച്ചറ കിടന്നിരുന്ന ടീമിനെയാണ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. നമുക്ക് ടേബിളൊന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 8-ാം സ്ഥാനത്തെത്തി. 12 മത്സരങ്ങളിൽ നിന്ന് 14 പോയിൻ്റ് നേടി. എവിടെ കിടന്നിരുന്ന ടീമാ. ഇനി ഒരു ഒറ്റ കളി മാത്രമേ ബാലൻസ് ഉള്ളൂ നമുക്ക്, 17-ാം തീയതി ഗോവയുമായിട്ട്. അതും വിജയിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സിഗ്നേച്ചർ ഈ സീസണിൽ ഇട്ടിട്ട് പോവാം എന്ന് നമുക്ക് കരുതാം. വേറൊന്നും ഈ സീസണിൽ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഉള്ള ഫ്രാഞ്ചു, ഫാളോ ഇന്ത്യയെ, അതുപോലെ കെവിൻ യോക്ക്, കരീം ബനാരിഫ്, ഇവന്മാരൊന്നും ഒഴിവാക്കാതെ ഇരുന്നാൽ, കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇവരൊന്നും ഒഴിവാക്കാതെ ഇരുന്നാൽ അടുത്ത സീസണിൽ നമുക്ക് നല്ല പ്രകടനം കാണാം. കാരണം ഫ്രാഞ്ച് എന്നൊന്നും പറയാനില്ല, ലോകോത്തര പ്ലെയർ. വിക്ടർ അത്ര ഭയങ്കര ക്വാളിറ്റിയുള്ള പ്ലെയറാണെന്നും പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ ടീമിനെ നിലനിർത്തുക, കുറച്ചും കൂടെ നല്ല അഡീഷൻസ് കൊണ്ടുവരിക, അടുത്ത സീസൺ നമുക്കുള്ളത് തന്നെയാണ്.